നമ്മളെ പെരക്കാരാണതേ, നമ്മളെ കൊണ്ടുവരാൻ പെരക്കാരെത്തിക്കണേ. ഹായ്, താങ്ക് യു താങ്ക് യു. എൻ്റെ സിമ്മിലാണെങ്കിൽ കട്ടായിക്കണ തോന്നുന്നു, റേഞ്ചില്ല. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത്തവണത്തെ നമ്മളെ പോക്കിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോണത്. സാധാരണ നമ്മൾ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കലാണ്, ചെക്കന്മാരോട് പറയാതെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെക്കന്മാരോട് പറഞ്ഞിട്ടില്ല. ഒന്നാമത് നമ്മളെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കല്യാണം നടക്കുന്നുണ്ട്. ആ കല്യാണം കൂടലാണ് എൻ്റെ ഉദ്ദേശം. ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്നെ ആരും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഈ സമയത്ത് ആരും എക്സ്പെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആരും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഞാൻ രണ്ടാൾക്കാരോട് മാത്രമേ വിവരം പറഞ്ഞിട്ടുള്ളൂ ചെല്ലണ കാര്യം. ഒന്ന് അർഷിനോടും പിന്നെ ഒന്ന് സൈക്കോനോടും. പക്ഷേ രണ്ടാൾക്കും എന്നെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പോൾ കുഴപ്പമില്ല, ഏതായാലും ഞാൻ വീട്ടുകാരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എന്തായാലും വീട്ടുകാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്നൊന്ന് എയർപോർട്ടിൽ വന്ന് കൊണ്ടുവന്ന് പിക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വീട്ടുകാരായിരിക്കും നമ്മളെ പിക്ക് ചെയ്യാൻ വരിക. അപ്പോൾ എൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ റെഡിയാണ്. പിന്നെ എല്ലാം ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ 2 ലഗേജ് ഉണ്ട് എനിക്ക്. 2 ലഗേജും ഇവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ഇനി നമ്മൾ ഇവിടുന്ന് US പോകണം. ഞാൻ US വഴിയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. കാനഡയിൽ നിന്ന് റോഡ് മാർഗം കാറ് വഴി നമ്മൾ US പോവും. US നിന്ന് ബഫലോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ ഡാലസ് പോവും, ടെക്സസിൽ. എന്നിട്ട് ടെക്സസിൽ നിന്ന് ഖത്തറിലേക്ക്, ദോഹയിലേക്ക് പോയിട്ട് ദോഹയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. കറങ്ങി തിരിഞ്ഞാണ് പോണത്. അത്യാവശ്യം ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എങ്ങനെ നമുക്ക് നാട്ടിൽ എത്തണം. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പിന്നെ വേറൊരു സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തേക്കാണ് കോഴിക്കോട്ടേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ചെക്കന്മാരെ സർപ്രൈസ് ചെയ്യുന്ന വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്ളോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതിൽ നമ്മൾ വീട്ടുകാരെ മീറ്റ് ചെയ്യണ വരെ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കി നോക്കാം എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര ഇങ്ങനെ തുടരുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം. എൻ്റെ ചങ്ങായിമാർ 2 ആൾക്കാർ വരുന്നുണ്ട് എന്നെ US ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഓല് വന്നിട്ട് യാത്ര തുടരുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചെക്കന്മാരൊക്കെ പിക്ക് ചെയ്തു. നമ്മൾ നയഗ്രയിൽ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി നയഗ്രയിൽ നിന്ന് ബോർഡർ കടന്ന് US കടക്കുന്നു. നേരെ ബഫലോ എയർപോർട്ടിൽ എന്നെ തട്ടിയിട്ട് ഇവർ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോകും. എനിക്ക് നാളെ പണിയുണ്ട്. അപ്പോൾ അതിന് തിരിച്ചെത്തണം. എങ്ങനെ എപ്പോൾ കടന്നുറങ്ങാൻ പറ്റുന്ന ആലോചിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ പോണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നയഗ്ര ടൗണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ഏതായാലും ഇനി ബോർഡർ കടന്ന് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ബോർഡറിൻ്റെ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കണില്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ US കയറുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കണില്ല. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കന്മാർ എന്നെ ഡ്രോപ്പ് ചെയ്തു പോയി. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പോസ്റ്റാണ്. കാരണം സമയം ഇവിടെ 12:45 എൻ്റെ ഫ്ലൈറ്റാണെങ്കിൽ രാവിലെ 7 മണിക്കാണ്. 7 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. കാണിച്ചു തരാം. എന്താ, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക 6:21. രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. ബഫലോ എയർപോർട്ടിൽ നിന്ന് നേരെ ഡാലസ് പോകുന്നു. ഡാലസിൽ നമ്മൾ 9:25 എത്തും കേട്ടോ. 7 മണിക്ക് കയറി 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാലസിലെത്തും. ഈ 9:25 എത്തിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് എനിക്ക് രാത്രി 11:40 വരുന്നുള്ളത്. അത് ഖത്തർ എയർവേസാണ്, ഇത് അമേരിക്കൻ എയർലൈൻസ്. എന്നിട്ട് 11:40 വന്ന് കയറിയിട്ട് പിറ്റേന്ന് രാത്രി, അതായത് പിറ്റേ ദിവസം രാത്രി 10:50 നമ്മൾ ഇൻഷാ അല്ലാഹ് ഖത്തറിലെത്തും. അതിന് ശേഷം ഖത്തറിൽ നിന്ന് ബാംഗ്ലൂർക്ക് 2 മണിക്ക്, രാവിലെ 2 മണിക്ക്. എന്നിട്ട് 9:20 ബാംഗ്ലൂരെത്തും. രാവിലെ 9:20. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയുള്ള ടിക്കറ്റ് എപ്പോഴാണ്, 17:20, 5 മണിക്കോ 5:20 തോന്നുന്നുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ചുരുങ്ങിയത് തിങ്കളാഴ്ച
ആവും. ഇന്നിപ്പോൾ ഇവിടെ ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച രാത്രിയാണ് ഇപ്പോൾ ഇവിടെ. നാട്ടിലെ തിങ്കളാഴ്ച രാത്രി ഞാൻ നാട്ടിലേക്ക് എത്തുള്ളൂ. ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തണത്. ആകെ കറങ്ങി തിരിഞ്ഞ് ഒന്നുമില്ല, ചീപ്പായിട്ടൊരു ടിക്കറ്റ് ഉണ്ടപ്പോൾ എടുത്തതാണ്. ചീപ്പായിട്ട് ടിക്കറ്റ് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ നമുക്ക് നോർമൽ ഫ്ലൈയിങ് ടൈം എങ്ങനെ പോയാലും ഒരു 14 മണിക്കൂർ 14 മണിക്കൂർ ടു 18 മണിക്കൂർ എങ്ങനെയും ട്രാവൽ ടൈം ആവും. ഭൂമിൻ്റെ എങ്ങേ അറ്റത്താണ് ഞാനുള്ളത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണെങ്കിൽ ഒരു അന്തം മുട്ട എയർപോർട്ടും. ബഫ്ലോ എയർപോർട്ട് കാണിച്ചു തരാം. ഇതൊരു ചെറിയ എയർപോർട്ടാണ്, വളരെ ചെറിയ എയർപോർട്ട്. നമ്മളത് അമേരിക്കൻ എയർലൈൻസ് ആണ്. ഇവിടെയാണ് അതിൻ്റെ കൗണ്ടർ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ചെക്കിന് ഇപ്പോഴൊന്നും തുടങ്ങില്ല. ചെക്കന്മാർക്ക് രാവിലെ പണിക്ക് പോകേണ്ട ചെക്കന്മാരായതുകൊണ്ട് ഓല് 12:45 ഇഞ്ഞ ആക്കിയാണ്ട് ഓല് ടൊറൻറ്റോക്കിന് തിരിച്ചു പോയി. ഓൽക്ക് 2.5 മണിക്കൂർ എടുക്കും ഇവിടുന്ന് വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ പിന്നെ ഓല് പോയി. ഏതായാലും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ടൈം പാസ്സായി ഇരിക്കാം. ഞാനിനി ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ടെക്സസിലെത്തുമ്പോൾ കാണാം. അതിൻ്റെ ഇടയിൽ ഞാനൊന്നും കാണിക്കണില്ല. ഓക്കെ, ഇവിടുത്തെ ചെക്കിനും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. നമ്മളെ മെയിൻ സംഭവം നാട്ടിലെത്തുക എന്നുള്ളതാണ്. നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി നമ്മളെ ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം വാച്ചൊക്കെ തിരിച്ചാണ് കിട്ടിയിരിക്കണത്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 3:45. എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 7 മണിക്കാണ്. അപ്പോൾ 2 ലഗേജ് കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ സമാധാനമായി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു ബാഗും എൻ്റെ ക്യാരി ഓൺ ട്രോളി ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇനി ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. ഒരു തുള്ളി പോലും കണ്ണ് അടഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മൊത്തം ഉറക്കം വെച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരുന്നു. പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ എയർലൈൻസ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിനി നേരെ ഡാലസ് പോവാണ്. ഡാലസിലെത്തിയിട്ട് പിന്നെ 14 മണിക്കൂറാണ്. അപ്പോൾ അവിടെ പോസ്റ്റ് ആയിരിക്കുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ഡാലസിലെത്തി. ഡാലസിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇതാണെങ്കിൽ ഒരു ഗുദാമ എയർപോർട്ട്, വലിയൊരു എയർപോർട്ട്. ഞാൻ വേറെ ഏതൊരു ടെർമിനലിലായിരുന്നു. അവിടുന്ന് ട്രെയിനൊക്കെ പിടിച്ച് നമ്മൾ ടെർമിനലിലെത്തി. നമ്മളത് ടെർമിനൽ ഡി എന്നാണ് നമ്മളെ അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞ് 10:15 എൻ്റെ ഫ്ലൈറ്റ് രാത്രി 11:45. അപ്പോൾ അത്രയും സമയം ഇവിടെ പോസ്റ്റാണ്. ഇന്നലെ മുതലൊന്നും തിന്നിട്ടില്ല. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡ് കഴിച്ചാണ്. അപ്പോൾ ഞാൻ എയർപോർട്ടിലൊന്നിങ്ങനെ വട്ടം തിരിഞ്ഞപ്പോൾ ഒരു 7-Eleven കണ്ടു. 7-Eleven എന്താ സാധനം ഇത്, എന്തോ ചീസ് സ്റ്റേക്കാണ്. ബീഫ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. വായിച്ചു നോക്കിയപ്പോൾ അത് മാത്രമേ കണ്ടത്. ഉപയോഗിക്കണമെന്നില്ല എന്ന് വിചാരിക്കണം. 32 ഗ്രാം പ്രോട്ടീനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതൊന്ന് വാങ്ങി, ഒരു ആപ്പിൾ ജ്യൂസും വാങ്ങി, ഒരു സ്നിക്കേഴ്സും വാങ്ങി തൽക്കാലത്തിന് പിടിച്ചിരിക്കാൻ. എന്തായാലും കുറച്ച് നേരം കിടന്നുറങ്ങണം. ഇന്നലത്തെ ഉറക്കം പെൻഡിങ് ആണ്. അതൊന്ന് ഉറങ്ങി എണീറ്റിട്ട് വീട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മളിനി ഇവിടുന്ന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുമ്പോൾ കാണാം. ഇവിടുന്ന് ഇനി ഖത്തർ എയർവേസ് ആണുള്ളത്. ഖത്തർ എയർവേസ് എടുത്തിട്ട് നമ്മൾ നേരെ ദോഹയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിയട്ടെ. ആദ്യം ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഞാനൊന്ന് പ്രിപ്പയർ ആവട്ടെ അടുത്ത യാത്രക്ക്. അതിന് മുമ്പൊന്ന് ചെറിയൊരു മയക്കം വാങ്ങണം, എന്നാലും ശരിയാവും. പൊന്നാര ചങ്ങന്മാരെ, ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. സമയം എങ്ങനെയും പോയി കിട്ടണില്ല. രാത്രി 11:45 എൻ്റെ ഫ്ലൈറ്റ്. 3 മണിയായിട്ടുള്ളൂ. കുറേ നേരം ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കണേ. ഒന്ന് ഉറങ്ങാനൊക്കെ നോക്കി, ഉറക്കം നടക്കണില്ല. അതിൻ്റെ ഇടയിലാണ് റീൽസ് ഇങ്ങനെ തോണ്ടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ എയർ സുവിധ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വണ്ടിമേലെയും ഉണ്ട് നാട്ടിൽ. എന്തോ സെൽഫ് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം എന്തോ ഫില്ല് ചെയ്യണം. അതായത് പുറത്തുനിന്ന് ഇന്ത്യക്ക് വരുന്ന ആൾക്കാർ, ഏത് രാജ്യത്തു നിന്ന് വരുന്നതാണെങ്കിലും എന്തോ ഓൺലൈനിൽ ഫോമൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ടിയും വലിയാണ്. ലാപ്ടോപ്പ് ഓണാക്കിയാണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എയർ സുവിധേൻ്റെ വെബ്സൈറ്റിൽ കയറുക, നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, പിന്നെ ഏത് കൺട്രിയിൽ നിന്നാണ് ബോർഡ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഫ്ലൈറ്റുകൾ വരുന്നും പോകണമൊക്കെ കാണാനുണ്ട്. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ മടുത്തു. ഇപ്പം തന്നെ ആകെ പിടുത്തം മുട്ട് കുഴങ്ങി. പട്ടച്ചോനെ 2 ദിവസം കൂടി കഴിച്ചണം നാട്ടിൽ തന്നെ. കാരണം അത്രയും ലേവറുണ്ട് എനിക്ക്. വല്ലാത്തൊരു യാത്രയായി പോയിട്ടത്.
അതായത് രാവിലെ എപ്പോൾ എത്തിക്കണം അറിയാം ഞാൻ 9:30 മണിക്ക് ഇവിടെ എത്തിക്കണേ. ഇനി രാത്രി 11:30ക്കാണ് ഫ്ലൈറ്റ്. ആ 11:30ൻ്റെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ 15 മണിക്കൂർ ഫ്ലൈയിങ് ടൈം ഉണ്ട് ഖത്തറെത്താൻ. 15 മണിക്കൂർ ഫ്ലൈയിങ് ടൈം കഴിഞ്ഞ് ഖത്തറിലെത്തി. പിന്നെ ഖത്തറിലൊരു 4-5 മണിക്കൂർ ലേവറുണ്ട് ഖത്തറിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിന്. ബാംഗ്ലൂർ രാവിലെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ 9:30 ബാംഗ്ലൂർ എത്തും. എന്നിട്ട് ആ ദിവസം വൈകുന്നേരം 5:30 കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. ഏതായാലും നാട്ടിലെത്തുമ്പോൾ തന്നെ ലീവൊക്കെ കജ്ജും. ഏതായാലും ഇതിനകത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ എന്നാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിൽ കയറി. ഭാഗ്യത്തിന് നമുക്ക് ഇതും വിൻഡോ സീറ്റ് തന്നെ കിട്ടി, പടച്ചനുഗ്രഹിച്ച്. കമ്പിളിയും പുതപ്പും മറ്റേ മറിച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഖത്തർ എയർവേസ് ആണ് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റാലിറ്റി, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ ഞാൻ അതിൽ കാണിക്കാൻ നിൽക്കണില്ല. കടന്നുറങ്ങാൻ നോക്കട്ടെ, ആകെ പിടുത്തം മുട്ടിക്കണം. ഖത്തറിൽ നിന്ന് കാണാം. ഈ ഫ്ലൈറ്റിന് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സ്റ്റാർലിങ്ങിൻ്റെ വൈഫൈ ആണ് ഇതിലുള്ളത്. മറ്റേത് നമുക്ക് വൻ ബോറടി കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോൾ, കാരണം നമുക്ക് റീലാണ് അങ്ങനത്തെ ഓപ്ഷനൊന്നും നടക്കുമല്ലോ നെറ്റ് ഇട്ടാത്തതുകൊണ്ട്. പക്ഷേ ഇതിൽ സ്റ്റാർലിങ്ങിൻ്റെ വൈഫൈ ആണ്, നല്ല സ്പീഡായി അത് കാരണം നമ്മൾ സ്ക്രോളിങ്ങൊക്കെ നടക്കും, കുറേയൊക്കെ ബോറടി മാറ്റി കിട്ടും. അത് വലിയൊരു അനുഗ്രഹമായി. ഏതായാലും റെസ്റ്റ് എടുക്കട്ടെ. എടാ പടച്ചുകൊണ്ട് അറിയണത് വെറുതെ നല്ല കേട്ടോ, ചില്ലറ ഭാഗ്യമൊന്നുമല്ല. 10 ദിവസം മുടക്കില്ലാതെ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി, അതൊരു ഭാഗ്യം. രണ്ടാമത്തെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് മൊത്തം ഫുള്ളാണ്, എല്ലായിടത്തും ആൾക്കാരാണ്, ബേക്കിലും അതിൽക്കൂടെയൊക്കെ ഫുൾ പാക്ഡാണ്. എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ തൊട്ടിപ്പുറത്ത് എൻ്റെ മിഡിലുള്ള സീറ്റിൽ ആളില്ല. എൻ്റെ ഭാഗ്യമാണത്. ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിലൊക്കെ സുഖമായി. പടച്ചോരെ അനുഗ്രഹം ചില്ലറല്ല കേട്ടോ. കാരണം ബാക്കി ഫ്ലൈറ്റ് മൊത്തം സീറ്റ് ഒരൊറ്റ ഒഴിവില്ലാതെ ഫുള്ളാണ്, ഇവിടെ മാത്രം ആളില്ലാത്തുള്ളൂ. അപ്പം എനിക്കൊരു ഭാഗ്യങ്ങൾ ആലോചിച്ച് നോക്കി. പടച്ചോൻ കണ്ടറിഞ്ഞാണ്ട് ശരിയാക്കി തന്നെ. അങ്ങനെയും ചത്തുക്കളി ഞാൻ ഉറങ്ങാനൊരു ഗ്യാപ്പ് ഇട്ടട്ടെ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് നല്ല വകുപ്പുണ്ട് എൻ്റർടൈൻമെൻറ്റിന്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സ്റ്റാർലിങ്ങിൻ്റെ വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമൊക്കെ സുഖമായിട്ട് സ്ക്രോൾ ചെയ്യാം. വേറെ ഫ്ലൈറ്റിലൊന്നും ഈ സ്റ്റാർലിങ്ങിൻ്റെ വൈഫൈ ഇല്ല തോന്നുന്നുണ്ട്. ഇത് ഇവരാണ് എനിക്ക് തോന്നുന്നത്, ഖത്തർ എയർവേസ് ആണ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തോന്നുന്നത് ഫ്ലൈറ്റുകളിൽ. ഏതായാലും ഈ വലിയ യാത്ര ആനന്ദകരമാക്കാൻ ഫോൺ ഉപയോഗിക്കാൻ പറ്റും, അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോണ റൂട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നില്ല, സംഗതികൾ കാണിച്ചു തരാം. ഞാൻ അതാ ടൊറൻറ്റോന്ന് പറന്നുകാണ്ടാണ് നേരെ എവിടേക്ക് എത്തിയത്, യുഎസ്ക്ക് എത്തിയത്. അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇനി ഇവിടുന്ന് ലോകത്തിൻ്റെ ഇങ്ങേ തലക്കന്ന് പറന്ന് ഇങ്ങനെ പോയി ഭൂമി ചുറ്റി ഇങ്ങേ തലക്കൊക്കെ എത്തണം. ഇവിടെ ഖത്തർ, അവിടെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോന്ന് വേണം നമ്മളെ ഇന്ത്യമ്മക്ക് എത്താൻ. അതായത് എൻ്റെ പെരക്കാരൊക്കെ ഇവിടെയും ഞാനിങ്ങി ലോകത്തിൻ്റെ അങ്ങേ പൊടിയിലാണ് ജീവിക്കണത്. രണ്ട് ലോകത്തിൻ്റെ രണ്ടറ്റത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഏതായാലും പോയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഖത്തറിൽ വന്നിറങ്ങി കേട്ടോ. ഖത്തറിൽ വന്നിറങ്ങി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കിടിലൻ എയർപോർട്ട് കേട്ടോ ഖത്തർ എയർപോർട്ട്. നമ്മുടെ നാട്ടിലത്തെ ലോക്കൽ എയർപോർട്ട് മാതിരിയല്ല, കിണ്ണ കാഴ്ച എയർപോർട്ട്. പറയുമ്പോൾ ഞാൻ US കൂടെയൊക്കെ പോയി വന്നു, ഒരു കാര്യമില്ല. US എയർപോർട്ടൊന്നും ഖത്തറത്തെ എയർപോർട്ടിൻ്റെ അരുക്ക് വെക്കാനും കൂടിയില്ല. എന്താ ചെയ്യുക. ഇപ്പം എൻ്റെ ഗേറ്റ് കണ്ടുപിടിക്കണം, C84 അതൊക്കെ എവിടെ. ഇത് എന്താടാ ഒരു ലോകഘട്ടത്തിൻ്റെ ഉള്ളിൽ ഖത്തർ എയർപോർട്ട് വിഷയമാണ്. ഇതിൽ തെണ്ടി അടക്കാൻ നല്ല രസമാണ്. നമ്മളൊരു മാളിൽ പോയ പ്രതീതിയാണ്. ആകെ കാടും പന്തിയും, അടിപൊളിയായിട്ടോ. ഒരു പ്രത്യേക വൈബ് ഖത്തർ എയർപോർട്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ കാടും പന്തിയൊക്കെയുള്ള ഏരിയക്ക് എത്തിയിരുന്നു. ഫുൾ ഗ്രീനറിയാണ് ഇവിടെ. ഇത് ഒരു എയർപോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു കാഴ്ച ബംഗ്ലാവൊക്കെ അല്ലേ, ആ മൂടാണ്, ആ പ്രതീതിയാണ് ഖത്തർ എയർപോർട്ടൊക്കെ വന്നാൽ. എയർപോർട്ടൊക്കെ ഉണ്ടാക്കണേ ഇങ്ങനെ ഉണ്ടാക്കണം. ഏത് എയർപോർട്ടെങ്ങനെ ഒരു രക്ഷയില്ലാത്ത എയർപോർട്ട്. ഖത്തറിലൊക്കെ ഒന്ന് സെറ്റിലായാൽ മതി. വെറുതെ ആളെയാണ്ട് കാനഡയ്ക്കൊക്കെ പോയാണ്ട് കാനഡയിലൊന്നും ഒരു അലക്കില്ല. ഖത്തർ അടിപൊളി. ഓക്കെ, നമ്മളെ ഗേറ്റ്
അവിടെ എവിടെയാണ് തോന്നുന്നത്. C80 to C93, നമ്മളത് 88 ആണ്. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യൽ നല്ല സുഖാട്ടോ. ഗ്രീനറി ആഗ്രഹിക്കുന്നവർക്ക് ഗ്രീനറി കൊണ്ട് ഒരു ചെറിയും കളിയും, ആകെ പച്ചപ്പ് വിഷയം. രക്ഷയില്ലാത്ത എയർപോർട്ട് മോനെ. ഇതൊക്കെയാണ് എയർപോർട്ട്. രക്ഷയില്ല. ഇവിടെയൊക്കെ നോക്കി ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടുകൾ. ഈ കേജ് പോലെ ഉണ്ടാക്കിയേക്കുക, ടെൻറ്റൊക്കെ പോലെ. എൻ്റെ ഉള്ളിലൊക്കെ പോയി കടന്നുറങ്ങിയാൽ മതി. അടിപൊളികളാ. ഇതാണ് വിഷൻ എന്ന് പറയുന്നത്. അറബിയാക്കുള്ള വിഷൻ ഒരു സായിപ്പിനും ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും. ഏതായാലും ഞാൻ എൻ്റെ ഗേറ്റ് കണ്ടുപിടിച്ചാണ്ട് അവിടെ പോയി കുത്തിരക്കട്ടെ. ഇനി അധികം സമയമില്ല, 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഓക്കെ, നമ്മൾ കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് പോകുന്നു. ഇന്ത്യക്ക് കാലെത്തിക്കണോ. ഇന്ന് ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. ലഗേജ് ഇതിന് പെട്ടില്ല, 3 പെട്ടിമട കിട്ടിയിരിക്കണമെങ്കിൽ പതുക്കാണ്ട് എക്സിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 3 ലഗേജും കിട്ടിയിരിക്കുന്നു. നമുക്ക് പതുക്കെ പുറത്തിറങ്ങാം. പുറത്ത് കസിനുണ്ട്, അവൻ്റെ അടുത്ത് പോകണം. അവൻ്റെ അടുത്ത് പോയിട്ട് എനിക്കിനി അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് 5:30 എന്തോ ആണ്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ ടൈമാണ് വരെ നമുക്ക് ഈ ലഗേജ് എല്ലാം തീരുമാനമാക്കി. എനിക്ക് 20 kg അലവൻസേ ആ ഫ്ലൈറ്റിലുള്ളൂ, കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റിൽ. ഇതാണെങ്കിൽ മൊത്തം 46 + 7 കിലോനും ഒരുപാടുണ്ട്. അപ്പോൾ 2 പെട്ടി ഇവിടെ വെച്ചിട്ട് പോകണം. പിന്നീട് ആ പെട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതാണ് പ്ലാൻ. അതെ, D6-ൽ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അവസാന ലാപ്പിലേക്ക് എത്തി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ കാനഡയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാനഡയിൽ നിന്ന് US പോയി. അത് കഴിഞ്ഞ് കണ്ട് ഖത്തർ പോയി. ഖത്തറിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. ഇനി നമ്മളെ ലാസ്റ്റ് റേസ് ബാംഗ്ലൂരിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക്. വീട്ടുകാരാണ് കൊണ്ടുവരാൻ വരുന്നത്. പിന്നെ നമ്മൾ ടീമിൻ്റെ ജേഴ്സി എടുക്കണം കേട്ടോ. പുതിയ കിറ്റ് ഭയങ്കര ആരൊക്കെ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഭയങ്കര ആഗ്രഹിച്ച് കൊതിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പോയേക്കാം. ഇനി ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ വീട്ടുകാർ പിക്ക് ചെയ്യാൻ വരും. ഞാൻ എൻ്റെ ലഗേജ്, എനിക്ക് അധികം ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്ന സമയത്ത്, കാനഡയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ 23 kg 2 ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കസിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്ത് എനിക്ക് 20 kg അലവൻസ് മാത്രമേ എയർ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ ബാക്കി ലഗേജൊക്കെ ഞാൻ കസിൻ്റെ അടുത്ത് വെച്ചേക്കാണ്. ഇനി പിന്നെ ഒരു ദിവസം അത് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി നോക്കണം. ഏതായാലും അടിപൊളിയായി. ഞാനിനി ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തിയിട്ട് കോഴിക്കോട് നിന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പെട്ടി കിട്ടി. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പുറത്ത് വീട്ടുകാരുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടനാവും. നമ്മളെ ലഗേജും കിട്ടി. ഈ ഒരു പെട്ടി മാത്രമാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. ബാക്കി കുറച്ച് സാധനങ്ങൾ ബാംഗ്ലൂരിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ 2 പെട്ടി ബാംഗ്ലൂരുണ്ട് കസിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് പുറത്ത് പോയേക്കാം. നമ്മളെ കാത്തവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ നോക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. ആരുമില്ലെങ്കിൽ അത് അങ്ങനെ ഒരു സങ്കടം. നോക്കട്ടാ. ഓക്കെ, ഏതൊക്കെയോ പരിചിതമായ മുഖങ്ങൾ കാണുന്നുണ്ട്. പോയേക്കാം. പരിചയക്കാരവിടെ ആരുമില്ലേ? പരിചയക്കാരെ കാണുന്നില്ലല്ലോ. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, നമ്മളെ പെരക്കാരാണതേ. നമ്മളെ കൊണ്ടുവരാൻ പെരക്കാരെത്തിക്കണേ. ഹായ്, എന്താ ഇത് വർത്താനൊന്നുമില്ല. എന്നാ ഇത് പിടിച്ചാ. താങ്ക് യു.
താങ്ക് യു. ലഗേജ് കിട്ടാൻ നേരം വൈകി. ഓക്കെ ഓക്കെയാണ് ഓക്കെയാണ്. കുറച്ച് നേരം വൈകി. അതിന് പെട്ടിട്ടാന്ന് പറഞ്ഞത് കുറച്ച് നേരമായി. അതിൽ വന്നിട്ടില്ല. അവനെ വിളിച്ചു നോക്കണം. എൻ്റെ സിമ്മിലാണെങ്കിൽ ഇതില്ലേ, എൻ്റെ സിമ്മിലാണെങ്കിൽ കട്ടായിക്കണ തോന്നുന്നു, റേഞ്ചില്ല. അതാ പ്രശ്നം. പിന്നെ ഇത് നമ്മളെ പുതിയ നമ്പർ കേട്ടോ, ആൻസന്റെ പെണ്ണുങ്ങളാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇനി പരിചയപ്പെടുത്തി തരാം. എന്നാ ഇത് കയ്യിൽ വെച്ചോ. താങ്ക് യു, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏതാ എന്നാ ഇത് നിങ്ങൾ പിടിച്ചോളി. ആരെങ്കിലൊക്കെ ഏറ്റെടുക്ക. നമ്മളെ ഇവിടുന്ന് വേഗം തടി വെച്ചിരാക്കണം. നമ്മൾ വന്നവർ ആരും അറിയാൻ പാടില്ല. ആയിക്കോട്ടെ. എത്ര മണിയേ? ഞാൻ ആദ്യം വിളിച്ചോട്ടെ. ആരെ പോന്നതാ? എൻ്റെ സിമ്മാണെങ്കിൽ കട്ടയിക്കണേ. അപ്പോൾ കൂട്ടുകാരനെ വിളിക്കണം, ഓനും പാടെ വന്നിക്കണം. ഞാൻ ഓനൊന്ന് ആയിക്കോട്ടെ കൊണ്ടുവരും കേട്ടോ. ആ ഓക്കെ, കൂട്ടുകാരനെ വിളിച്ചോട്ടെ കേട്ടോ. അപ്പം ഞാൻ ഏതായാലും നമ്മൾ പെരി പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഇവിടുന്ന് വല്ലാതെ സംസാരിക്കാൻ നിൽക്കണില്ല. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ചെറുക്കന്മാരെ തലയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പെടും. കാരണം നാളെയാണ് ഞാൻ ചെക്കന്മാരെ അടുത്തൊക്കെ പോകാൻ വിചാരിക്കണത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തണം. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പെരക്കാരെയൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഫുഡൊക്കെ തിന്ന് വേഗം പെരി പോവുക, കടന്നുറങ്ങുക. നാളെ നമ്മൾ ചെക്കന്മാരെ ശരിയാക്കാൻ പോകട്ടെ. അത് ചെറുക്കന്മാർ ഇന്നെ ശരിയാക്കുമോ അതോ ഞാൻ ഓലെ ശരിയാക്കുമോ എന്നുള്ളത് അറിയില്ല. അതെന്തായാലും നമ്മൾ അടുത്ത വ്ളോഗായിട്ടേക്ക് ഇടുക. അപ്പോൾ ഈ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. തുടർന്ന് നമ്മളെ വ്ളോഗുകളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെന്തായാലും വ്ളോഗ്സ് ഇടും, പറ്റുന്ന പോലെ നാട്ടിലെത്തിക്കണേ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വ്ളോഗ് ഇടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരാൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചായക്ക് കാത്തിക്കാണ്. ചായക്ക് കാത്തിക്കാണ്. ഏയ് ഇമ്മ സ്റ്റൈലൊക്കെ ഇരിക്കുന്നുണ്ട്. അഞ്ചനുണ്ട്, ഇളച്ചുണ്ട്, വലിയ അഞ്ചനുണ്ട്, 2 ചങ്ങന്മാരും ഉണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.